എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ ഇഫാൻ്റെ പഴയകാലം എന്ന് പറയുമ്പോൾ അവൾ ഒരു കൊച്ചുകുട്ടിയായിരുന്ന ആ ഒരു സമയത്ത് അച്ഛൻ്റെ കൂടെയുള്ള ഒരു രംഗമാണ് കാണിക്കുന്നത്. അച്ഛൻ അവൾക്ക് ഒരുപാട് നല്ല നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഭക്ഷണങ്ങളെല്ലാം ഉണ്ടാക്കി കൊടുത്തിട്ട് അവളിങ്ങനെ കഴിപ്പിക്കുകയാണ്. എന്നാൽ അച്ഛൻ കഴിക്കുന്നതോ വളരെ ലൈറ്റായിട്ട്, അതും വെള്ളമൊക്കെ ഒഴിച്ച് ഭയങ്കര ഡൈല്യൂട്ട് ചെയ്തിട്ടാണ് കഴിക്കുന്നത്. എന്നാൽ ഇങ്ങനെ കഴിക്കുന്നത് കണ്ടിട്ട് ഇഫാൻ ചോദിക്കുന്നുണ്ട്, അച്ഛൻക്ക് എന്തെങ്കിലും വയറിന് ബുദ്ധിമുട്ടുണ്ടോ, എന്താ ഇങ്ങനെ കഴിക്കുന്നതെന്നൊക്കെ. അതിൽ അച്ഛൻ പറയും, ഇങ്ങനെ കഴിക്കുന്നതാണ് എനിക്കിഷ്ടം, പിന്നെ അത് മാത്രമല്ല ഇതാണ് ഹെൽത്തി എന്നും പറയുന്നു. ഏതായാലും അവൾക്ക് ആ ഉണ്ടാക്കി കൊടുത്തതെല്ലാം ഭയങ്കരമായിട്ട് നിർബന്ധിച്ചു കൊണ്ട് കഴിപ്പിക്കുകയാണ്. എന്നാൽ അച്ഛൻക്ക് ഇപ്പോൾ തന്നെ അസുഖമെല്ലാം ബാധിച്ചിട്ടുണ്ട്. എന്നിട്ട് ഇവളെ അറിയിക്കാതെ അച്ഛൻ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. ഇനി ഏകദേശം ഇപ്പോൾ ഇഫാൻ ഒന്ന് വളർന്നു കഴിഞ്ഞു. എന്നാൽ ഇപ്പോൾ അച്ഛൻ അവൾക്ക് കോൾ ചെയ്തിരിക്കുകയാണ്. എന്നാൽ അവൾ ചെറിയൊരു പരിഭവത്തിലാണ്, മറ്റൊന്നുമല്ല അവളുടെ ബർത്ത്ഡേ ആണ്, അച്ഛൻ വിഷ് പോലും ചെയ്തിട്ടില്ല, അച്ഛൻ ഒരു ബിസിനസ് ട്രിപ്പിലാണ് എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് അച്ഛൻ ഇങ്ങനെ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് അച്ഛൻ അവളോട് സോറിയൊക്കെ പറയുന്നത്. പക്ഷേ ശരിക്കും അച്ഛൻ ഒരു ചെക്കപ്പിനും ഹോസ്പിറ്റലിൽ അഡ്മിറ്റൊക്കെ ആയിരിക്കുകയാണ്. എന്നിട്ട് അച്ഛൻ്റെ ഒരു അസുഖം അറിയിക്കാതെ വീണ്ടും ഇങ്ങനെ മുന്നോട്ട് പോവുക തന്നെയാണ്. എന്നാൽ ഇപ്പോൾ ഇഫാൻ ഏകദേശം നന്നായിട്ട് വളർന്നിട്ടുണ്ട്. എന്നിട്ട് അച്ഛൻ്റെ ആ ഒരു ബുദ്ധിമുട്ടുകളും ആരോഗ്യസ്ഥിതികളെല്ലാം അവളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ്. എന്നാൽ അവൾ അതെല്ലാം ഭയങ്കര സങ്കടത്തോടെയാണ് കേട്ട് നിൽക്കുന്നത്. എന്നിട്ട് അമ്മയെ നന്നായിട്ട് നോക്കണം, ഞാനില്ലെങ്കിലും നിനക്ക് അമ്മ മാത്രമേ ഉള്ളൂ, അപ്പോൾ അമ്മയെ നല്ല രൂപത്തിൽ നിനക്ക് പറ്റുന്നത് പോലെ കെയർ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് അവളെ ഏൽപ്പിക്കുന്നുണ്ട്. പിന്നെ അമ്മയോടും അങ്ങനെയൊക്കെ പറയുന്നു, അവളെയും നല്ല പോലെ നോക്കണം, അവൾക്കും ഈ ലോകത്ത് നീ മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറയുമ്പോൾ അമ്മ അപ്പോൾ അതെല്ലാം അംഗീകരിച്ചിട്ട് അവളെ കെട്ടിപ്പിടിച്ച് അങ്ങനെ കരയുകയാണ്. പക്ഷേ പിന്നീടാണല്ലോ അമ്മയുടെ സ്വഭാവം എല്ലാം മാറിയത്. ഇനി ആ ഒരു രംഗവും കാണിച്ചുകൊണ്ട് നമുക്ക് പ്രസൻറ്റ് ലൈഫിലോട്ട് വരാം. ഇവിടെ ഇഫാനെ അവളുടെ റിപ്പോർട്ടിങ്ങിൻ്റെ ഭാഗമായിട്ട് കുറച്ച് സ്കൂൾ സ്റ്റുഡൻസിനെ അവൾ ഇൻ്റർവ്യൂ എടുക്കുകയാണ്. മറ്റൊന്നുമല്ല, അവരെ കുറച്ച് പേര് ബുള്ളിങ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർക്കെതിരെ ഒരു കംപ്ലൈൻറ്റും പിന്നെ ഒരു വീഡിയോയും ഒക്കെ അവൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഇവിടെ ഈ ഒരു മീഡിയയിലൂടെ പബ്ലിഷ് ചെയ്യണം, അതിനു വേണ്ടിയിട്ടുള്ള ആ ഒരു പരിപാടിയിലാണ്. അങ്ങനെ അവരുടെ ആ ഒരു ഇൻ്റർവ്യൂ എടുക്കുന്നതിൻ്റെ ഇടയിലാണ് ഇവിടെ അവൾക്ക് വിളിക്കുന്നത്. ആക്ച്വലി അവൻ്റെ ആ ഒരു ഡ്രസ്സിങ് ഉണ്ടല്ലോ, ഹോസ്പിറ്റലിൽ പോയിട്ടുള്ള അവൻ്റെ സ്റ്റിച്ചും കാര്യങ്ങളുടെയൊക്കെ ആ ഒരു ഡ്രസ്സിങ്ങിന് അവൻ തനിയാണ് പോയിട്ടുള്ളത്, ഇഫാനെ കൂട്ടിയിട്ടില്ല. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ ഇഫാൻ ചോദിക്കുമ്പോൾ എങ്ങനെ ചിരിച്ചുകൊണ്ട് അവളിങ്ങനെ കളിയാക്കിക്കൊണ്ട് പറയുകയാണ്, ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഡോക്ടർ ആ ഒരു സമയത്ത് എൻ്റെ മുറിയുമേൽ ഒരു ഡ്രാഗൻ്റെ പിക്ചർ വരച്ചിരിക്കുകയായിരുന്നു സ്റ്റിച്ചിട്ടുകൊണ്ട് എന്ന്. അത് കേട്ട് ഇവൾ അങ്ങോട്ട് നന്നായിട്ട് വഴക്ക് പറയുന്നുണ്ട് അവനോട്, ഇങ്ങനെ ഒരു ഹെൽത്ത് കാര്യങ്ങളൊന്നും ഇങ്ങനെ തമാശ രൂപത്തിൽ പറയരുത് എന്നൊക്കെ. എല്ലാം ഒരു തമാശ തന്നെയാണ് കേട്ടോ. അവസാനം അവളെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വരാൻ വെയിറ്റ് ചെയ്യാനൊക്കെ പറയുന്നു. അങ്ങനെ ഫോണിൽ കട്ട് ചെയ്തിട്ട് വീണ്ടും ഇവരുടെ ആ ഒരു ഇൻ്റർവ്യൂവിൻ്റെ കാര്യത്തിൽ ഇവൾ തിരക്കിൽപ്പെടുമ്പോഴാണ് പെട്ടെന്ന് ഇവളുടെ അമ്മ വരുന്നത്. അമ്മ അവളിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇഫാൻ ആദ്യം ഒന്ന് ഞെട്ടി നോക്കിയെങ്കിലും പിന്നെ അമ്മയാണെന്ന് മനസ്സിലാക്കി അവൾ പിന്നെ മൈൻഡേ ചെയ്യുന്നില്ല. പക്ഷേ അമ്മയാണെങ്കിൽ അവളിങ്ങനെ വിളിച്ച് പറയുന്നുണ്ട്, എനിക്ക് കുറച്ച് സമയം മതി, ഞാൻ ഇപ്പോൾ പോകും, ഞാൻ എന്നെ ശല്യപ്പെടുത്തില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നു. എന്നാൽ എല്ലാവരും ഇങ്ങനെ നോക്കുന്നത് കണ്ടുകൊണ്ട് തന്നെ ഇഫാൻ പിന്നെ അമ്മയുടെ അടുത്തോട്ട് വരും. അമ്മ പറയും, ഇന്ന് നിൻ്റെ ബർത്ത്ഡേ അല്ലേ, പിന്നെ ഞാൻ നിന്നെ വിഷ് ചെയ്യാൻ വേണ്ടി വന്നതാണ്, അതുമാത്രമല്ല ഞാൻ പെട്ടെന്ന് പോയിക്കളാം, എനിക്ക് കുറച്ച് കാര്യങ്ങൾ മാത്രമേ സംസാരിക്കാനുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് കൺവിൻസ് ചെയ്തത് കൊണ്ട് മാത്രം അവൾ അമ്മയോട് സംസാരിക്കാമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ ഒരു ചെറിയൊരു കഫേയിൽ അവർ ഇരിക്കുകയാണ്. എന്നിട്ട് ഇവളോട് പറയും, നീ കേക്ക് എന്തെങ്കിലും ഓർഡർ ചെയ്തിട്ടുണ്ടോ, നിൻ്റെ ബർത്ത്ഡേ അല്ലേ, എന്നിട്ട് കേക്ക് മേടിക്കാം എന്നൊക്കെ പറയുമ്പോൾ അവൾ സമ്മതിക്കുന്നില്ല. പക്ഷേ അമ്മ അവൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള ആ ഒരു സ്ട്രോബെറി കേക്ക് തന്നെ അവിടെ ഓർഡർ ചെയ്യുകയാണ്. എന്നിട്ട് അതിൽ ഇവൾ ഭയങ്കര ദേഷ്യപ്പെട്ടുകൊണ്ട് പറയും, നിങ്ങൾ വന്ന കാര്യം പറയും, എന്താ പറയാനുള്ളതെന്ന്. എന്നിട്ട് ഒന്ന് മടിച്ചുകൊണ്ട് അമ്മ ചോദിക്കും, ശരിക്കും പറഞ്ഞാൽ ആ ഒരു അങ്കിളും ആൻറ്റിയും ഒക്കെ അവരങ്ങനത്തെ ആളുകളാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു എന്ന് പറഞ്ഞു തുടങ്ങുമ്പോൾ ഇവൾ പെട്ടെന്ന് ചാടി കയറിയിട്ട് പറയും, ഞാനാണ് അവരുടെ ആ ഒരു കേസ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തത്, ഞാനാണ് അത് റിപ്പോർട്ട് ചെയ്തത് എന്ന്. അതായത് അവരെ പറ്റിയുള്ള ശരിക്കുമുള്ള വിവരം അവൾക്ക് നന്നായിട്ട് അറിയാം എന്ന രീതിയിലാണ് അവൾ പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ അമ്മ ഇപ്പോഴാണ് ആ ഒരു കാര്യങ്ങളെല്ലാം അറിയുന്നത് കേട്ടോ. എന്നിട്ട് അമ്മ ഒന്ന് മടിച്ചുകൊണ്ട് ചോദിക്കും, നീ ആ ഒരു വീട്ടിൽ താമസിക്കുന്ന സമയത്ത് നിന്നെ അവർ എന്തെങ്കിലും എന്ന് ചോദിക്കുകയാണ്. അതായത് ഇവൾ എന്തെങ്കിലും രീതിയിൽ അവർ ഉപദ്രവിച്ചിരുന്നോ, ആ ഒരു സ്വഭാവം ഇവൾക്ക് എതിരെ എടുത്തിരുന്നോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അത് കേട്ടതും ഇവൾ ഭയങ്കര സഹതാപത്തോടു കൂടി പറയും, ഇനിയിപ്പോൾ അത് ഞാൻ പറഞ്ഞിട്ട് എന്താ കാര്യം, ആ ഒരു കാര്യങ്ങളൊക്കെ ഞാൻ പറയാൻ വേണ്ടിയിട്ട് എത്ര ശ്രമിച്ചിരുന്നു, അന്ന് നിങ്ങൾക്ക് കേൾക്കാൻ സമയമില്ലായിരുന്നു, ഇന്നിപ്പോൾ എനിക്കത് പറയാനും സമയമില്ല എന്ന് പറയുന്നു. അത് കേട്ടതും അമ്മയ്ക്ക് ഇവൾ അവിടെ വെച്ചിട്ടും ഇതുപോലത്തെ ഒരുപാട് കാര്യങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് എന്ന കാര്യം അവൾക്ക് മനസ്സിലായിട്ട് പിന്നെ അങ്ങോട്ട് ഭയങ്കര വിഷമം. കൂട്ടത്തിലൊരു കാര്യം ഓർക്കുന്നുമുണ്ട്, അന്ന് ഇഫാനെ ഇവരെ വിളിച്ചിരുന്നല്ലോ, അവളെ എങ്ങനെയെങ്കിലും ഇവിടുന്ന് കൊണ്ടുപോകണം, അവൾ നല്ല കുട്ടിയായിട്ട് ജീവിച്ചോളാം, അവർക്കും ബുദ്ധിമുട്ടുണ്ടാക്കാതെ അവരുടെ വീട്ടിൽ നിന്നോളാം എന്നൊക്കെ ഇങ്ങനെ ഭയങ്കര ദയനീയമായി പറഞ്ഞപ്പോൾ ഈ അമ്മ അതൊന്ന് കേൾക്കാൻ കൂട്ടാക്കാതെ, എന്താ റീസൺ ഒന്നും അന്വേഷിക്കാതെ ആ ആൻറ്റിയുടെ വീട്ടിൽ തന്നെ അവിടെ നിർബന്ധിച്ച് നിർത്തിയിരുന്ന ആ ഒരു കാലം, ആ ഒരു സമയമെല്ലാം ഇവിടെ അമ്മ ആലോചിക്കുന്നു. അമ്മയ്ക്കെന്തോ അതൊക്കെ കണ്ടപ്പോൾ ഇപ്പോൾ ആ ഒരു കാര്യങ്ങളെല്ലാം മനസ്സിലായപ്പോൾ ഭയങ്കര കുറ്റബോധം തോന്നുകയാണ്.
പിന്നെ അത് മാത്രവുമല്ല, അവൾ വീണിട്ട് കാലിന് വയ്യാതിരുന്ന ആ ഒരു സമയത്ത് അവൾ അമ്മയോട് പോവരുതെന്ന് പറഞ്ഞപ്പോൾ അമ്മ അതും കേൾക്കാതെ പോയല്ലോ. എന്നിട്ട് ആ ഒരു സിറ്റുവേഷനും ഇവിടെ അമ്മ ഓർക്കുന്നുണ്ട്. എന്നിട്ട് അവളോട് ഒരുപാട് സോറിയൊക്കെ പറയുന്നുണ്ട്. എന്നാൽ അത് ഇവൾ കേട്ടിട്ട് ഇവൾക്കൊരു പുച്ഛമാണുള്ളത്. എന്നിട്ട് അമ്മയോട് പറയും, ഇപ്പോൾ എനിക്ക് ആ ഒരു സോറിൻ്റെ ഒന്നിൻ്റെ ആവശ്യമില്ല. സാധാരണ എല്ലാ അമ്മമാരും നോക്കുന്നത് പോലെയല്ലല്ലോ നിങ്ങൾ എന്നെ നോക്കിയിട്ടുള്ളത്. എല്ലാവർക്കും അവരുടെ അമ്മമാരായിരിക്കും റോൾ മോഡൽ. അവരുടെ ആ ഒരു ധൈര്യമെല്ലാം കൊടുക്കുന്നത് അമ്മമാരാണ്. പക്ഷേ എൻ്റെ ലൈഫിൽ എന്നെ തളർത്തുകയാണ് ചെയ്തിരുന്നത്. എനിക്ക് ഏതൊരു ഡിസിഷൻ എടുക്കുമ്പോഴും എന്നിൽ തന്നെ ഒരു ഡൗട്ട് തോന്നിപ്പിക്കുന്ന അങ്ങനെയൊക്കെ രീതിയിലായിരുന്നു എൻ്റെ അമ്മ എന്നെ വളർത്താൻ വേണ്ടി ശ്രമിച്ചിരുന്നത്. എന്നെ എങ്ങനെ ജീവിക്കാൻ പഠിപ്പിക്കാം എന്നതിന് പകരം അമ്മ ചെയ്തത് എന്നെ തളർത്തുകയായിരുന്നു. പിന്നെ എനിക്ക് ആൻറ്റിയെ അത്ര അങ്ങോട്ട് കുറ്റം പറയാൻ പറ്റില്ല. കാരണം എൻ്റെ സ്വന്തം അമ്മ എന്നെ ഇങ്ങനെയൊക്കെയല്ലേ ചെയ്യുന്നത്. അവർക്ക് തന്നെ എന്നെ വേണ്ട, പിന്നെയാണോ ആൻറ്റിക്ക്? അതുകൊണ്ട് അതിനേക്കാളും ദേഷ്യം എനിക്ക് നിങ്ങളോടാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവളുടെ ഇത്രയും കാലം ഉണ്ടായിരുന്ന ആ മനസ്സിലുള്ള ആ ഒരു കാര്യങ്ങളെല്ലാം ഇവിടെ അമ്മയോട് പറയുകയാണ്. അതെല്ലാം കേട്ടിട്ട് അമ്മ ഭയങ്കരമായിട്ട് പൊട്ടിക്കരയുകയാണ്. ഇത്രയും കാലം അവളോട് ചെയ്തതെല്ലാം ഇപ്പോഴാണ് അമ്മ റിയലൈസ് ചെയ്യുന്നത്. എന്നിട്ട് അമ്മ പിന്നെ വന്ന കാര്യം പറയുകയാണ്. അതായത് ഈ അമ്മയുടെ ഇപ്പോഴത്തെ ഭർത്താവ് ഉണ്ടല്ലോ, ആ ഭർത്താവിന് വേറൊരു കാമുകി സെറ്റായിട്ടുണ്ടാകും. എന്നിട്ട് ഈ അമ്മ അത് കണ്ടുപിടിക്കുകയും പിന്നെ അവർ തമ്മിലുള്ള വഴക്ക് കൂടുകയും അങ്ങനെയൊക്കെ ആയിട്ട് ഭയങ്കര പ്രശ്നങ്ങളാണ്. അങ്ങനെ വേറൊരു സെറ്റപ്പ് ഉണ്ടായത് കൊണ്ട് തന്നെ ആ ഒരു അച്ഛൻക്ക് ഈ അമ്മയെ ഇട്ടിട്ട് പോകണം. പക്ഷേ അങ്ങനെ ഇട്ടിട്ട് പോയാൽ അമ്മ ഒറ്റക്കായി പോകില്ലേ എന്ന് വിചാരിച്ചിട്ട് ആ അച്ഛൻക്കൊരു പ്ലാനുണ്ട്. അച്ഛൻക്കും ആ ഒരു സ്റ്റെപ്പ് സിസ്റ്ററിനും ഒരു പ്ലാനുണ്ട്. ഇവളെ എങ്ങനെയെങ്കിലും അമ്മയുടെ കൂടെ നിർത്തണം, എന്നിട്ട് ഇവർക്കൊരു കൂട്ടുണ്ടാക്കി കൊടുത്തിട്ട് അവർക്ക് ഫ്രീ ആകണം എന്നൊക്കെയാണ് അവരുടെ പ്ലാന്. എന്നിട്ട് ആ ഒരു വിവരം ഇവിടെ ഇഫാനെ അറിയിക്കുകയാണ്. എന്നാൽ ഇഫാന് അതെല്ലാം കേട്ടിട്ട് അങ്ങനെ ഞെട്ടി നിൽക്കുകയാണ്. കൂട്ടത്തിൽ അവൾ ആലോചിക്കുന്നുമുണ്ട്. അതായത് ഇഫാന് ഒരു സമയത്ത് എല്ലാവരും ഉണ്ടായിട്ടും അനാഥയെ പോലെ വളരേണ്ടി വന്നല്ലോ. അതുപോലെ ഈ അമ്മക്കും ഇപ്പോൾ എല്ലാവരുമുണ്ട്. പക്ഷെ അമ്മയും ഇപ്പോൾ ആർക്കും വേണ്ടാതെ അനാഥയാക്കിയിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ അവൾ ഒന്ന് ആലോചിക്കുന്നുമുണ്ട്. അതായത് അവളുടെ രണ്ടാനച്ഛൻ അവരുടെ ആ ഒരു കുടുംബത്തിലോട്ട് വന്നത്, അച്ഛൻ മരിച്ച അവളുടെ സ്വന്തം അച്ഛൻ മരിച്ച ഏതാനും ദിവസങ്ങൾക്ക് ശേഷം തന്നെ ഈ ഒരു സ്റ്റെപ്പ് ഫാദർ അവളുടെ വീട്ടിലോട്ട് എത്തിയിട്ടുണ്ട്. എന്നിട്ട് ഇവളാണെങ്കിലോ ഇവരെ കണ്ടാൽ അധികം സംസാരിക്കുന്നൊന്നുമില്ല. നേരെ വന്നിട്ട് പഠിക്കുക, സ്കൂൾ കഴിഞ്ഞ് വന്നാലും നേരെ പഠിക്കുക, അങ്ങനത്തെ ഒക്കെ ഒരു സെറ്റപ്പാണ്. എന്നിട്ട് ഇവിടെ അമ്മ ആണെങ്കിൽ ഇവരെ നന്നായിട്ട് ഇങ്ങനെ കെയർ ചെയ്യുന്നുമുണ്ട്. എന്നിട്ട് അവസാനം അമ്മ അവളോട് പറയും, എനിക്ക് നിന്നോടൊരു ഗുഡ് ന്യൂസ് പറയാനുണ്ട്, ഞാൻ പ്രഗ്നൻ്റ് ആണ് എന്ന് പറയുന്നു. അത് കേട്ടതും ഇവൾ ആകെ ഞെട്ടിത്തരിച്ചു പോയി. എന്നിട്ട് പറയും, ഇത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് എൻ്റെ അച്ഛനെ മറക്കാൻ പറ്റിയോ എന്ന് ചോദിക്കും. എന്നിട്ട് പറയും, ഓക്കെ അച്ഛൻ മരിച്ചു, ശരിയാണ്, നിങ്ങൾക്ക് വേറെ കല്യാണം കഴിക്കാം, നിങ്ങൾക്ക് വേറെ ഫാമിലി ഉണ്ടാക്കാം, അതിനൊന്നും ഒരു പ്രശ്നവുമില്ല, ഞാൻ അതിനൊരു തടസ്സവുമല്ല. പക്ഷേ ഇത് ഒത്തിരി പെട്ടെന്നായി പോയില്ലേ, അച്ഛൻ മരിച്ചിട്ട് അധികം ദിവസമൊന്നും ആയില്ലല്ലോ എന്നിങ്ങനെ അവൾ ആ ഒരു സങ്കടം പറയുകയാണ്. എന്നിട്ട് അന്ന് ഈ അമ്മ ഇവളൊന്നും മൈൻഡ് ചെയ്യാതെ അവർക്ക് അവരുടെ ലൈഫ്, അവരുടെ ആ ഒരു പുതിയ ഫാമിലി, അതാണ് ഏറ്റവും വലുത് എന്നും വിചാരിച്ചുകൊണ്ട് ഇവളെ ബാക്കിയുള്ളവർക്ക് തട്ടിയിട്ട് കളിക്കാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുത്തുകൊണ്ടാണല്ലോ അവർ പോയത്. എന്നിട്ട് ഇപ്പോൾ ഇവളുടെ ഒരു ആവശ്യം വന്നിട്ടുണ്ട്. പക്ഷേ ഇവൾക്കാണെങ്കിൽ ഇവളുടെ ലൈഫ് ഇപ്പോഴേ ഒന്ന് അവൾ വിചാരിച്ച ആ ഒരു മാതിരി ആകുന്നതേ ഉള്ളൂ. ഇതുവരെ അവൾക്കൊരു ഇരുണ്ട പാസ്റ്റ് എന്നൊരു രൂപത്തിലായിരുന്നല്ലോ, ഇപ്പോഴേ ഒരു വെളിച്ചം ഞാനൊക്കെ ആയിട്ട് കൊണ്ടുവന്നിട്ടുള്ളൂ. എന്നാൽ അതിൻ്റെ ഇടയ്ക്ക് ഈ ഒരു അമ്മ വീണ്ടും അവരുടെ ആ ഒരു ലൈഫിലോട്ട് ഇനിയാണ് അവളെ ഇൻവൈറ്റ് ചെയ്യുന്നത് കണ്ട് അവൾക്ക് പിന്നെ തീരെ ആ ഒരു ലൈഫിലോട്ട് പോകാൻ തീരെ താല്പര്യമില്ല. അതുകൊണ്ട് തന്നെ അവളുടെ ആ ഒരു അമ്മയുടെ ഒരു ആവശ്യം അവൾ നിരസിക്കുകയാണ്. എന്നിട്ട് അവൾ അമ്മയുടെ കൂടെ താമസിക്കാൻ താല്പര്യമില്ല എന്നും അറിയിച്ചുകൊണ്ട് അവളിങ്ങനെ ഭയങ്കര സങ്കടത്തിലാണ് കേട്ടോ ഇതൊക്കെ പറയുന്നത്. അവൾ ആദ്യമായിട്ടാണ് അവളുടെ ഒരു ലൈഫിന് വേണ്ടിയിട്ട് ഒരു ഡിസിഷൻ എടുക്കുന്നത്. ഇതുവരെ എന്തൊക്കെയോ അവളുടെ ലൈഫിൽ ചെയ്യുകയായിരുന്നു. അവൾ അതിനെല്ലാം ആടിക്കൊടുക്കുക എന്ന് മാത്രം. ഇപ്പോഴാണ് അവൾ ഒരു കാര്യം ചെയ്യുന്നത്. എന്നിട്ട് അമ്മയെ ഇങ്ങനെ ഒഴിവാക്കുന്നതിൽ അവൾക്ക് നല്ല വിഷമമുണ്ട്. അങ്ങനെ ഇവിടെ അവൾ ഭയങ്കര വിഷമത്തിൽ ഇങ്ങനെ സ്ലോ മോഷനിൽ ഇങ്ങനെ വരികയാണ്. എന്നാൽ ഞാൻ അത് കണ്ടു നിൽക്കുന്നുമുണ്ട്. ഞാൻ ഇവളെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ്. എന്നിട്ട് ഞാൻ്റെ അടുത്തോട്ട് ഇവൾ വന്നിട്ട് പറയും, ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് ഞാൻ ഇപ്പോൾ തന്നെ എൻ്റെ ആ ഒരു വിഷ് പറയട്ടെ എന്ന്. എന്നിട്ട് അവന് സന്തോഷപൂർവ്വം പറയാൻ വേണ്ടിയൊക്കെ പറയുമ്പോൾ ഇവൾ പറയുന്നത്, ഈ വരുന്ന സമ്മറിൽ നമ്മൾ ഒരുമിച്ചുണ്ടാവുന്ന ഒരു ദിവസം നീ എന്നെ പ്രപ്പോസ് ചെയ്യണമെന്ന്. അത് കേട്ടതും ഇവന് ഇത്ര സിമ്പിളായിട്ടുള്ള ഒരു കാര്യമാണോ, ഇതൊക്കെ ഞാൻ ഓൾറെഡി പ്ലാൻ ചെയ്തതാ, ഇനി വേറെ എന്തെങ്കിലും വിഷ് പറയുമെന്ന് പറയും. അതിൽ പിന്നെ അവൾ വേറൊരു വിഷും കൂടെ പറയും. അത് കഴിഞ്ഞിട്ട് വേറെ അടുത്ത വിഷ് പറയും. അതിൽ ഇവൾ പറയും, ഇങ്ങനെ 3 വിഷൊക്കെ ഉണ്ടോ ഒരാൾക്കെന്ന്. അങ്ങനെ ഏതായാലും അവൾ 3ാമത്തെ വിഷ് പറയുകയാണ്, എന്നെ ഒന്ന് എടുക്കാൻ പറ്റുമോ, എന്നെ എടുത്ത് കുറച്ച് നേരം ഇങ്ങനെ നടക്കുമോ എന്ന്. അതിൽ അവൾ പെട്ടെന്ന് പറയും, അല്ലെങ്കിൽ വേണ്ട ഞാൻ തന്നെ പോയിക്കോളാം എന്ന്. പക്ഷേ ഇവൻ അപ്പോഴേക്കും ഇവളെ എടുക്കാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടുണ്ടാകും. എന്നിട്ട് അവളിങ്ങനെ ആ ഒരു വിഷമമൊക്കെ ഉണ്ടല്ലോ, അമ്മയോടുള്ള ആ ഒരു ചെയ്ത സങ്കടങ്ങളും എല്ലാം ഇവൻ്റെ ആ ഒരു ഷോൾഡറിൽ ഇരുന്നിട്ട് ഇവനോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് അങ്ങനെ കരയുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് അവൾ കാണുന്നുണ്ട് അമ്മ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് പോകുന്നത്. അത് കണ്ട് ഇവൾക്ക് കൂടുതൽ വിഷമമായി. എന്നാൽ ഇവൾ മിണ്ടാത്തത് കൊണ്ട് തന്നെ നീ എന്താ ചിന്തിക്കുന്നതെന്ന് ചോദിക്കുന്നു. അതിൽ ഇവൾ ഭയങ്കര ഇമോഷണലായിട്ട് പറയും, ഞാനൊരു കാര്യം മനസ്സിലാക്കി,
ഈ ഒരു ലോകത്ത് എനിക്ക് കുറേ കൂടപ്പിറപ്പുകൾ ഉണ്ടെങ്കിലും എനിക്ക് ആരുമില്ല, നീ മാത്രമേ ഉള്ളൂ എന്ന് ഭയങ്കര ഇമോഷണലായിട്ട് പറയുകയാണ്. എന്നാൽ അത് കേട്ടിട്ട് ഇവിടെ ഞാനും ഭയങ്കര വിഷമമായിട്ട് ഞാൻ പറയും, നിനക്ക് ഞാനില്ലേ, ഞാൻ നിൻ്റെ ലൈഫിൽ ഇന്ന് മുതൽ നിൻ്റെ അവസാനം വരെ അല്ലെങ്കിൽ എൻ്റെ അവസാനം വരെ ഞാൻ നിൻ്റെ കൂടെ തന്നെ ഉണ്ടാകും. പിന്നെ എനിക്കും ആഗ്രഹമുണ്ട് നിൻ്റെ ലൈഫിൽ നിനക്ക് കൂടെ കൂടുതൽ ആളുകൾ വേണം എന്നൊക്കെ അവനും ഭയങ്കര ഇമോഷണലായി അങ്ങനെ പറയുന്നുണ്ട്. എന്നിട്ട് അവളെയും എടുത്തുകൊണ്ട് അങ്ങനെ പോവുകയാണ്. ഇനി അടുത്തതായി കാണിക്കുന്നത് ഹോനെയാണ്. ഹോനും ഗേൾ ഫ്രണ്ടും ഇവിടെ ഗ്രാൻഡ് മദറും ഗ്രാൻഡ് ഫാദറും എല്ലാവരും കൂടി ഒരിടം വരെ വന്നിരിക്കുകയാണ്. ഏകദേശം ഒരു 6 മണിക്കൂറോളം കണ്ടിന്യൂസ് ആയിട്ട് യാത്ര ചെയ്തുകൊണ്ടാണ് അവർ ഈ ഒരു സ്ഥലത്ത് എത്തിയപ്പോഴേക്കും ഇത്രയും ദൂരം യാത്ര ചെയ്തത് കൊണ്ട് തന്നെ അപ്പൂപ്പനക്ക് തീരെ വയ്യാതായിട്ടുണ്ട്. എന്നാൽ അമ്മൂമ്മ അവർ ഭയങ്കര എനർജറ്റിക്കാണ്. എന്നിട്ട് അവർ കാർ ഒരു സ്ഥലത്ത് പാർക്ക് ചെയ്യിപ്പിച്ചിട്ട് അവരൊരു വിജനമായ സ്ഥലത്ത് വന്നിട്ട് അങ്ങനെ ദൂരോട്ട് നോക്കി നിന്നിട്ട് പറയും, ഇവിടെ വെച്ചിട്ടാണ് നിൻ്റെ അച്ഛനും അമ്മയും നിൻ്റെ ബ്രദറും നിനക്ക് നഷ്ടപ്പെട്ടത് എന്ന്. അതായത് ഹോൻ്റെ അച്ഛനും അമ്മയും എല്ലാവരും മരിച്ച ആ ഒരു കാർ ആക്സിഡൻറ്റിൽ മരിച്ച ആ ഒരു സ്ഥലം ഇവിടെയാണെന്നും പറഞ്ഞിട്ട് ആ ഒരു കാര്യങ്ങളെല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുകയാണ്. ആക്ച്വലി ഹോനോട് ഇവർ ഈ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. ഇവനും ഉണ്ടായിരുന്ന ആ ഒരു സമയത്ത് കാറിൽ ഇവൻ അത്ഭുതകരമായിട്ട് രക്ഷപ്പെട്ടതായിരുന്നു. എന്നിട്ട് ഇവനെ കൂടുതൽ വിഷമിപ്പിക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് ഇവർ ഈ കാര്യങ്ങളെല്ലാം മറച്ചു വെച്ചിരുന്നു. എന്നാൽ ഇവനാണെങ്കിലോ ഇവർ എന്താ തന്നോട് ഇത് ഷെയർ ചെയ്യാത്തത്, താൻ എന്തെങ്കിലും തൻ്റെ എന്തെങ്കിലും പ്രോബ്ലം കൊണ്ടായിരിക്കുമോ ഇത് പറ്റിയത് എന്നൊക്കെ വിചാരിച്ച് അവൻ സ്വയം ബ്ലെയിം ചെയ്തുകൊണ്ട് അവന് ഇങ്ങനെ മനസ്സിൽ ഓരോന്ന് കൂട്ടി വെച്ചിട്ട് വേറൊരു രൂപത്തിലായിട്ടുണ്ടാകും. എന്നാൽ ഇവരാണെങ്കിലോ ഇവനെ വിഷമിപ്പിക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇവർക്കിടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാത്ത ഒരുപാട് മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരുന്നു. ഇനി അത് മനസ്സിലാക്കിയ ഇവിടെ അമ്മൂമ്മ ഇവനോട് ഈ കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ദൈവമാണ് നിന്നെ ഞങ്ങൾക്ക് തിരിച്ചു തന്നത്, നീയും കൂടി പോയിരുന്നെങ്കിൽ ഞങ്ങൾക്ക് പിന്നെ ആരും ഉണ്ടായിരുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മൂമ്മ ഇങ്ങനെ ഭയങ്കര ഇമോഷണലായിട്ട് പറയുന്നുണ്ട്. എന്നാൽ ഈ ഒരു സ്റ്റോറി എല്ലാം ഇവിടെ ഹോൻ ഇപ്പോഴാണല്ലോ കേൾക്കുന്നത്. എന്നിട്ട് അവർ ആ ഒരു ആക്സിഡൻ്റ് ആയ ഒരു സ്ഥലത്ത് ഹോന് ഭയങ്കര ഇമോഷണലായിട്ട് വന്നിട്ട് അവിടെ ഇരുന്നിട്ട് അവരോട് സംസാരിക്കുന്നത് പോലെ സംസാരിക്കുകയാണ്. അവരുടെ പേരൊക്കെ വിളിച്ചിട്ട് അവനിപ്പോൾ ഭയങ്കര വളർന്നു വലുതായിട്ടുണ്ട്, പിന്നെ അവൻ നല്ല ഒരാളായിട്ടുണ്ട്. എന്നിട്ട് അവൻ്റെ ജോലിയും അവൻ്റെ ഗേൾ ഫ്രണ്ടിനെയും എല്ലാം പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. അങ്ങനെ ഒരു സീനാണ് അവിടെ നടക്കുന്നത്. എന്നാൽ ഈ ഒരു ഗ്രാൻഡ് പാരൻസിന് ഈ ഒരു രംഗം കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല. എന്നിട്ട് പെട്ടെന്ന് തന്നെ അതിൽ നിന്നും അവനെ പിന്തിരിപ്പിക്കാൻ വേണ്ടിയിട്ട് അവനോട് പറയും, ഇനി മതി സംസാരിച്ചത്, ഞങ്ങൾ രണ്ടുപേരും ഒരു ലോങ് ഡ്രൈവൊക്കെ പോകാനുള്ള പ്ലാൻ ചെയ്തിട്ടുണ്ട്, അപ്പം നേരം വൈകും, നീ പെട്ടെന്ന് വാ എന്നൊക്കെ പറയുന്നു. എന്നാൽ അങ്കിളാണെങ്കിലോ ഇത്ര യാത്രകളൊന്നും ഇഷ്ടപ്പെടുന്ന ആളല്ല. ഈ അമ്മൂമ്മയ്ക്കാണ് യാത്ര ഏറ്റവും വലിയ ഇഷ്ടം. എന്നിട്ട് ഈ അപ്പൂപ്പൻ പറയുന്നുണ്ട്, ഏതായാലും നമ്മൾ ഇത്രയും ദൂരം പോവല്ലേ, എന്നിട്ട് ഇവരിങ്ങനെ ടേക്ക് കെയർ ചെയ്തിരുന്ന ഒരു അങ്കിൾ ഉണ്ടായിരുന്നല്ലോ ഇവരുടെ വീട്ടിൽ, അവരെയും കൂടെ കൂട്ടല്ലേ എന്ന് പറയുമ്പോൾ അമ്മൂമ്മ സമ്മതിക്കുന്നില്ല. അമ്മൂമ്മ പറയും, ഇത് നമ്മൾ രണ്ടുപേരും മാത്രമുള്ള ഒരു ട്രിപ്പാണ്, അതിലോട്ട് വേറെ ആരും വേണ്ടെന്ന് പറയുമ്പോൾ ഈ അപ്പൂപ്പൻ പറയും, എന്നാൽ പിന്നെ ഞാൻ വേറൊരാളെ വിളിക്കാം എന്ന് പറഞ്ഞിട്ട് ഈ ഒരു മുത്തശ്ശിയുടെ ചെല്ലപ്പേരുണ്ട്, ആ ഒരു പേര് പറയും. ഇത് ഈ ഒരു അപ്പൂപ്പൻ പേഴ്സണലായിട്ട് വിളിക്കുന്നതാണ്. അത് ഈ ഒരു അപ്പൂപ്പൻക്ക് മാത്രമേ വിളിക്കുന്നതാണ്. ഇവർ എപ്പോഴും ഇങ്ങനെ ഭയങ്കര ചിരിക്കുന്ന ഒരു പ്രകൃതമാണ്. അതുകൊണ്ട് തന്നെ ചിരി റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു പേരായിരുന്നു വിളിച്ചിരുന്നത്. എന്നിട്ട് എന്നാൽ ഈ ഒരു അമ്മൂമ്മക്ക് തന്നെ ഈ ഒരു പേര് വിളിക്കുന്നതൊന്നും അറിയില്ല. എന്നിട്ട് അതാരാ, ഇതേതൊരു പുതിയൊരു പെണ്ണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ വഴക്ക് കൂടാൻ വരികയായിരുന്നു. ആക്ച്വലി ഈ അമ്മൂമ്മയുടെ വിചാരം ഇവർക്ക് കുറേ പെണ്ണുങ്ങളുമായിട്ടുള്ള പിന്നാലെ നടക്കുന്ന പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു എന്നായിരുന്നല്ലോ. എന്നിട്ട് അതിൽപ്പെട്ട ഏതോ ഒരു പെണ്ണിൻ്റെ കാര്യമാണ് ഈ പറയുന്നതെന്നാണ് ഈ ഒരു അമ്മൂമ്മ വിചാരിച്ചത്. എന്നാൽ ഈ ഒരു അപ്പൂപ്പൻ പറയും, അത് വേറെ ആരുമല്ല നീയാണെന്ന്. അത് കേട്ടതും ഇവർക്ക് സന്തോഷമായി. ഏതായാലും അവർ ആ ഒരു ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്തുകൊണ്ട് അങ്ങനെ നടക്കുകയാണ്. എന്നാൽ ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുന്ന ഹോനും ബെസ്റ്റിക്കും ഭയങ്കര സന്തോഷം. അവർ ഇത്രയും കാലം കാണാൻ ആഗ്രഹിച്ചിരുന്ന ആ ഒരു രംഗമാണ് ഇവിടെ ലൈവായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അവരുടെ കാര്യം ഏകദേശം ഭയങ്കര ഹാപ്പിയാണ്. ഇനി അടുത്തതായി കാണിക്കുന്നത് ഇഫാൻ്റെ ആ ഒരു പ്രോഗ്രാമാണ്. അവരുടെ കമ്പനി വഴിയുള്ള ഒരു പ്രോഗ്രാം. ഇവൾ ഡാൻസ് ഒക്കെ ചെയ്യുന്നുണ്ടല്ലോ, എന്നാൽ ഞാനോട് പറഞ്ഞിരിക്കുന്നത് അവൾ പാട്ട് പാടുകയാണെന്നാണല്ലോ. ഏതായാലും ഇഫാനി യാനോട് വിളിച്ചിട്ട് അവനോട് പെട്ടെന്ന് തന്നെ വരാൻ വേണ്ടി പറയും. അവളുടെ പരിപാടി ഏകദേശം തുടങ്ങാനായെന്ന്. അതിൽ യാൻ വേഗം അവൻ്റെ വർക്കൊക്കെ തീർത്തിട്ട് വരാനുള്ള പരിപാടിയാകിരുന്നു. അതിൻ്റെ ഇടയിലാണ് അവൻ്റെ കുറച്ച് കൊളീഗ് അവനെ പിടിച്ച് നിർത്തിയിട്ട് അവരുടെ ഒരു പ്രൊജക്റ്റിന് എന്തോ ഒരു എറർ സംഭവിച്ചിട്ടുണ്ട്, അതൊന്ന് കറക്റ്റ് ചെയ്ത് തരണം, ഒരു 10 മിനിറ്റിൻ്റെ കാര്യമാണെന്നൊക്കെ പറയുന്നു. എന്നാൽ അവന് അതിൽ നിന്നെല്ലാം ഒഴിഞ്ഞു മാറാൻ നോക്കുമ്പോൾ ഇവനക്ക് തന്നെ അത് സാധിക്കുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് അവനെ വലിച്ചുകൊണ്ട് പോവുകയാണ്. എന്നാൽ ഇവനാണെങ്കിലോ ഇവിടെ എത്തുന്നില്ലല്ലോ, ലേറ്റ് ആകാൻ ചാൻസ് ഉണ്ടെന്ന് അവന് പറഞ്ഞതുകൊണ്ട് തന്നെ ഇവിടെ ഇഫാനെ അവളുടെ കോസ്റ്റ്യൂമൊക്കെ ധരിച്ചിട്ട് ഇവിടുത്തെ ഒരു കോർഡിനേറ്റർ ഉണ്ടല്ലോ, പരിപാടി കോർഡിനേറ്റർ, അതിനോട് വന്നിട്ട് പറയുകയാണ് തൻ്റെ പ്രോഗ്രാം എത്രാമത്തതാണ്, തൻ്റെത് കുറച്ചൊന്ന് ലാസ്റ്റ് ലോക്കിട്ടാക്കി തരുമോ, തൻ്റെ ബോയ് ഫ്രണ്ട് വരാൻ ലേറ്റ് ആകും, അവർക്ക് കാണാൻ പറ്റില്ല എന്നൊക്കെ പറയുമ്പോൾ ഈ ഒരു കോർഡിനേറ്റർ പറയും, അയ്യോ ഓൾറെഡി നമ്മളെല്ലാം ഡിസൈഡ് ചെയ്തു, പിന്നെ ഇനി ലാസ്റ്റ് കളിക്കുന്നവരാരും ഫസ്റ്റ് കളിക്കാൻ റെഡി ആകില്ല, അവരതിനനുസരിച്ചിട്ടല്ലേ റെഡി ആകുക എന്നൊക്കെ പറയുന്നു. എന്നാൽ ഇവിടെ ഇഫാന് അത് നടക്കില്ലെന്ന് കണ്ട് മനസ്സിലാക്കി അവൾ പറയും, എന്നാൽ ഞാൻ എൻ്റെ ഈ ഒരു ഡാൻസിൻ്റെ വീഡിയോ നിങ്ങളൊന്ന് റെക്കോർഡ് ചെയ്യുമോ, നല്ല വൃത്തിക്ക് തന്നെ എൻ്റെ ബോയ് ഫ്രണ്ടിന് കാണിച്ചു കൊടുക്കാനാണെന്നൊക്കെ പറയുന്നു.
എന്നിട്ട് ഇവിടെ സ്റ്റേജിൽ ഓരോ പ്രോഗ്രാമൊക്കെ നടക്കുന്നുണ്ട്. ഫസ്റ്റ് ഒരു ബ്രേക്ക് ഡാൻസും സെക്കൻഡ് ഒരു മാജിക്കും എന്നൊക്കെ ഉണ്ട്. എന്നാൽ ഇവിടെ ഇഫാന് ഇവിടെ യാനെ കൂട്ടാൻ വേണ്ടിയിട്ട് മുന്നിൽ തന്നെ അവളുടെ ഒരു കൊളീഗിനെ ഏർപ്പാടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് നേരം അവനിങ്ങനെ വിഷമിച്ചിട്ട് അവൻ എവിടെ എന്നൊക്കെ വിചാരിച്ച് നിൽക്കുമ്പോഴാണ് യാൻ ഓടിക്കതച്ച് വരുന്നത്. എന്നിട്ട് അവന് ലേറ്റായോ എന്ന് ചോദിക്കുമ്പോൾ ഇവൻ പറയും ഏകദേശം പരിപാടി തുടങ്ങാനായി. പിന്നെ അത് മാത്രമല്ല, അവൾ എത്ര കഷ്ടപ്പെട്ടിട്ടാണ് പ്രാക്ടീസ് ചെയ്തിരുന്നത്. അവൾ ഒറ്റയ്ക്ക് വർക്കൊക്കെ കഴിഞ്ഞിട്ടും അവൾ ഒറ്റയ്ക്ക് കോൺഫറൻസ് റൂമിലൊക്കെ ഇരുന്നിട്ട് പ്രാക്ടീസ് ചെയ്യുന്നതെല്ലാം ഞങ്ങൾ കണ്ടിരുന്നു എന്നൊക്കെ ഇങ്ങനെ അവളുടെ ആ ഒരു അധ്വാനത്തിൻ്റെ ആ ഒരു കാര്യം പറയുമ്പോൾ ഇവിടെ യാൻ ചോദിക്കും, അവൾ ഒറ്റക്കോ? അവളും വേറൊരാളും കൂടിയാണല്ലോ പാട്ട് പാടുന്നത് എന്നാണല്ലോ എന്നോട് പറഞ്ഞതെന്ന് പറയുമ്പോൾ ഇവിടെ ഇവൻ പറയും, നീ എന്തൊക്കെയാണ് ഈ പറയുന്നത്? ഏതായാലും ഇപ്പോൾ പരിപാടി തുടങ്ങുമെന്ന് പറഞ്ഞുകൊണ്ട് അവനെ വലിച്ചു കൊണ്ടുപോവുകയാണ്. അങ്ങനെ അവൻ എത്തുന്ന ആ ഒരു സമയത്ത് തന്നെയാണ് ഇഫാൻ സ്റ്റേജിലോട്ടും എത്തുന്നത്. അതിൽ അവൾ ഭയങ്കര അടിപൊളിയായിട്ട് നല്ലൊരു ഉടുപ്പൊക്കെ ഇട്ടിട്ടുകൊണ്ടാണ് വരുന്നത്. എന്നാൽ അവൾ ഡാൻസാണ് ചെയ്യാൻ പോകുന്നതെന്ന് അപ്പോഴാണ് ഇവന് മനസ്സിലാക്കുന്നത്. പിന്നെ അവളുടെ ഈ ഒരു വയ്യാത്ത കാല് കൊണ്ട് അവൾ ഇത്രയും എഫേർട്ട് എടുത്ത് ചെയ്യുകയല്ലേ, അവന് അത് മതിമറന്ന് അങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. കൂട്ടത്തിൽ അവൾ ഇത്രയും കാലം ഇങ്ങനെ അധ്വാനിച്ചത് ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടായിരുന്നല്ലോ, അവളുടെ സ്വപ്നമായിരുന്നല്ലോ. എന്നിട്ട് പണ്ട് അവരിങ്ങനെ ഡാൻസ് ചെയ്തതും ആ ഒരു കാര്യമൊക്കെ ആലോചിക്കുന്നുണ്ട്. എന്നിട്ട് അവൾ അടിപൊളിയായിട്ട് തന്നെ ഡാൻസ് ചെയ്യുന്നു. എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നന്നായിട്ട് അവളെ ക്ലാപ്പ് ചെയ്തിട്ട് അഭിനന്ദിക്കുന്നൊക്കെ ഉണ്ട്. അങ്ങനെ പിന്നെ അവൾ ബാക്ക് സ്റ്റേജിലോട്ട് വരുമ്പോൾ ഞാനും അവളിങ്ങനെ കണ്ടുകൊണ്ട് വരികയാണ്. അവന് ഭയങ്കര ഷോക്കായിക്കൊണ്ടാണ് വരുന്നത്. എന്നിട്ട് അവൾ ഭയങ്കര സ്വെറ്റി ആയതുകൊണ്ട് തന്നെ അവൻ്റെ ജാക്കറ്റൊക്കെ ഊരി കൊടുത്തിട്ട് പറയും, നീ നന്നായിട്ട് വേർക്കുന്നുണ്ട്, നിനക്ക് പനി പിടിക്കുമെന്ന് പറയുന്നു. എന്നിട്ട് ഇവൾ ചോദിക്കും, എങ്ങനെയുണ്ട് എൻ്റെ പെർഫോമൻസ്, നിനക്ക് ഇഷ്ടമായോ എന്ന് പറയുന്നു. അതിൽ അവന് നല്ല അടിപൊളിയായിട്ടുണ്ട്. ഞാൻ ആകെ അത്ഭുതപ്പെട്ടു, എനിക്ക് ഇത്രയുമൊക്കെ കളിക്കാൻ അറിയോ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഇവൾ പറയും, ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞാൻ സിമ്പിൾ സ്റ്റെപ്പായിരുന്നു എടുത്തിരുന്നത്, എൻ്റെ കാലിന് വയ്യാത്തതല്ലേ, അപ്പോൾ വല്ലാണ്ട് സ്ട്രെയിൻ ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറയും. എന്നിട്ട് പറയും, എന്നാൽ നമുക്കിനി ബാക്കി പെർഫോമൻസ് എല്ലാം ഇവിടെ ഇരുന്ന് കണ്ടാലോ എന്ന് പറഞ്ഞിട്ട് അവൾ അതിന് പോകാൻ നിൽക്കുമ്പോൾ ഞാൻ അതിന് സമ്മതിക്കുന്നില്ല. നമുക്ക് വീട്ടിൽ പോകാമെന്ന്. അതിലവൾ പറയുമെന്ന് ഞാൻ എൻ്റെ ഡ്രസ്സെല്ലാം മാറിയിട്ട് വരാമെന്ന് പറയുമ്പോൾ ഞാൻ അതിനും സമ്മതിക്കുന്നില്ല. ഇതേ ഡ്രസ്സിൽ തന്നെ നമുക്ക് വീട്ടിൽ പോകാമെന്ന്. അങ്ങനെ അവൻ്റെ നിർബന്ധത്തിൻ്റെ ഭാഗമായിട്ട് അവൾ ആ ഒരു ഡ്രസ്സും ഇട്ടിട്ട് അങ്ങനെ വരികയാണ്. എന്നിട്ട് ഇവൾ പറയും, ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞാൻ പാട്ട് പാടുകയാണെന്നായിരുന്നല്ലോ നിന്നോട് പറഞ്ഞിരുന്നത്, അതെന്തിനാണെന്നറിയോ? നിനക്ക് ഇതെൻ്റെ ന്യൂ ഇയർ ഗിഫ്റ്റാണ്, നിനക്കൊരു സർപ്രൈസ് തന്നതാണ് എന്നൊക്കെ പറയുന്നു. പിന്നെ അവൾ പറയും, നമ്മൾ മാർച്ചിലാണല്ലോ റൂം ഒഴിവാക്കി കൊടുക്കേണ്ടത്, നമുക്ക് ന്യൂ ഇയർ കഴിഞ്ഞ ഉടനെ തന്നെ ഒഴിവാക്കി കൊടുത്താലോ, എന്താ നിൻ്റെ അഭിപ്രായം എന്ന് ചോദിക്കുമ്പോൾ അവൻ അതിന് ഓക്കെയാണ്. എന്നാൽ അവൾ പാക്ക് ചെയ്യാൻ തുടങ്ങട്ടെ, പാക്ക് ചെയ്യാനുള്ള ബോക്സ് എല്ലാം ഓർഡർ ചെയ്യട്ടെ എന്നൊക്കെ ചോദിക്കുമ്പോൾ അവന് സമ്മതിക്കും. അവൻ പറയും, നീ നിൻ്റെ സാധനങ്ങളെല്ലാം പാക്ക് ചെയ്ത് തുടങ്ങിക്കോ, ഞാൻ എൻ്റെത് സാവകാശം തുടങ്ങിക്കോളാം എന്നൊക്കെ പറയും. അങ്ങനെ അവരതും തീരുമാനിച്ച് നേരെ പിന്നെ വീട്ടിലോട്ട് പോവുകയാണ്. എന്നാൽ വീട്ടിലെത്തിയപ്പോഴോ ഇഫാന് ഈ ഒരു ഡ്രസ്സിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ തന്നെ ഞാൻ വേണ്ടാത്ത ചിന്തകളൊക്കെ വരികയാണ്. ഞാൻ ഇവളെയും നോക്കി അങ്ങനെ നിൽക്കുമ്പോൾ ഇഫാൻ ഇനി എന്താ ലൈറ്റ് ഇടാത്തതെന്ന് പറഞ്ഞ് ലൈറ്റ് ഓൺ ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ ഞാൻ പെട്ടെന്ന് സമ്മതിക്കാതെ തന്നെ അവളെ അങ്ങോട്ട് കിസ് ചെയ്യുന്നു. എന്നിട്ട് അവളോട് പറയും, ഞാൻ ഭയങ്കര സെൽഫിഷ് ആണെന്ന് തോന്നുന്നു, എനിക്ക് വേണ്ടാത്ത ചിന്തകളൊക്കെ വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര റൊമാൻറ്റിക്കായിട്ട് അവളെ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഇൻവൈറ്റ് ചെയ്യുന്നു. എന്നാൽ അത് കേട്ടിട്ട് അവൾക്കും ഭയങ്കര സന്തോഷമായിട്ട് പിന്നെ അവളാണ് ഇവൻ ഇങ്ങോട്ട് കിസ് ചെയ്യുന്നത്. പിന്നെ കിസ്സിങ് ഒക്കെ ഭയങ്കര സ്ട്രോങ് ആയിട്ട് പിന്നെ നേരെ ഇവളെ എടുത്തുകൊണ്ട് അവൻ്റെ റൂമിലോട്ട് കൊണ്ടുപോയി അവിടെ കിടത്തുന്നു. പിന്നെ അവിടുന്ന് ഒരുപാട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കിസ് ചെയ്യുന്നു. എന്നിട്ട് ഭയങ്കര റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു നൈറ്റ് അവരവിടെ സ്പെൻഡ് ചെയ്യുകയാണ്. എന്നിട്ട് ആ ഒരു സീന് കാണിച്ചുകൊണ്ട് ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. എന്നാൽ ഇനി അടുത്ത ആ ഒരു എക്സ്ട്രാ സീൻ എന്താണെന്ന് വെച്ചാൽ ഇതും ഇഫാൻ്റെ ആ ഒരു പഴയ ലൈഫാണ്. അവൾ ഇൻറ്റേൺഷിപ്പിന് വേണ്ടിയിട്ട് ഒരു ന്യൂസ് ചാനലിൽ വർക്ക് ചെയ്തിരുന്നല്ലോ. എന്നിട്ട് അവിടുത്തെ ഡയറക്ടറുമായിട്ട് പ്രശ്നം വന്നിട്ട് ആ ഡയറക്ടറിൻ്റെ ഭാര്യ ഇവളെ അടിച്ച് അങ്ങനെ ഒരു വലിയ ഇഷ്യൂ ആയ സമയത്ത് ഇവളെ സപ്പോർട്ട് ചെയ്യുന്ന ഇവളുടെ ഒരു ബോസ് അവളോട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. എന്നാൽ ഇവളുടെ ആവശ്യം ഇവിടെ ഇനി ആ ഒരു ഓഫീസിൽ അവൾക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല, അവൾ ക്വിറ്റ് ചെയ്യുകയാണ്, അവൾ ജോലി റിസൈൻ ചെയ്യുകയാണെന്നൊക്കെ പറയുമ്പോൾ ആ ഒരു ബോസ് പറയും, നീ എന്നാൽ ഇവിടെ നാട്ടിൽ തന്നെ നിനക്ക് നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സ്ഥലത്ത് ജോലി ചെയ്തു, ഞാൻ റെക്കമെൻഡ് ചെയ്യും, അവിടെ പുതിയ കൊളീഗും പുതിയ അറ്റ്മോസ്ഫിയറൊക്കെ ആകുമ്പോൾ നിനക്ക് നല്ലൊരു ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാകും എന്നൊക്കെ പറയുമ്പോൾ ഇവിടെ ഇഫാൻ അതിന് സമ്മതിക്കുന്നില്ല. ഇഫാൻ പറയും, എനിക്ക് എൻ്റെ നാട്ടിലോട്ട് പോകാനുള്ള സമയമായെന്ന് എനിക്ക് തോന്നുന്നു, എനിക്ക് എത്രയും പെട്ടെന്ന് ഇനി അവിടെ എത്തണം, എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം എന്നൊക്കെ പറയുന്നു. എന്നിട്ട് അവൾ ഭയങ്കര ഇമോഷണലായിട്ട് അവൾ അന്നത്തെ ജോലിയും അവസാനിപ്പിച്ച് അങ്ങനെ വരികയാണ്. ഇനി ആ ഒരു കമ്പനിയിലോട്ട് അവൾ പോകില്ല. എന്നാൽ ആ ഒരു രംഗമാണ് ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ഇവളെ കാണാൻ വേണ്ടിയിട്ട് വരുന്ന ഞാൻ കണ്ടിരുന്നത്. എന്നിട്ട് എന്തോ ഇവളുടെ ആ ഒരു നടത്തത്തിൽ എന്തോ പ്രശ്നമുണ്ടെന്ന് അവൾക്ക് മനസ്സിലാക്കിയിട്ടുണ്ട്, എന്താണെന്നൊന്നും അറിയില്ല. ഏതായാലും അവളിങ്ങനെ പോകുമ്പോൾ ഒരു കഫേയിൽ അവൾക്ക് ഇഷ്ടപ്പെട്ട ഫ്ലേവറായിട്ടുള്ള ആ ഒരു സ്ട്രോബെറി കേക്ക് അവളിങ്ങനെ നോക്കി നിൽക്കുന്നു. എന്നാൽ അതിൻ്റെ വില കണ്ടിട്ട് അവൾ അത് മേടിക്കാൻ മടിച്ചുകൊണ്ട് അവിടെ നിന്ന് പോവുകയാണ്. എന്നാൽ അത് ഇവിടെ ഞാൻ കണ്ടിരുന്നു. ഞാൻ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ അതേ കഫേയിലോട്ട് കയറിയിട്ട് ആ ഒരു കേക്ക് ഓർഡർ ചെയ്യും. എന്നിട്ട് ഈ ഒരു സ്റ്റാഫിനോട് പറയും എനിക്കൊരു ഹെൽപ്പും കൂടി ചെയ്യണമെന്ന്. എന്നിട്ട് ഇഫാനെ വേറൊരു ഭാഗത്ത് ഇങ്ങനെ വിഷമിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ, അവളെ ഇങ്ങനെ കാണിച്ചു കൊടുത്തിട്ട് പറയും, ആ ഒരു പെൺകുട്ടിക്ക് നിങ്ങൾ ഇത് കൊടുക്കണം, എന്നിട്ട് പറയണം ഇതൊരു പ്രൊമോഷൻ്റെ ഭാഗമാണ്, പിന്നെ നിങ്ങൾ എന്നിട്ട് അവളോട് നിങ്ങളുടെ ആ ഒരു കഫേൻ്റെ റിവ്യൂ 5 സ്റ്റാർ കൊടുക്കണം എന്നൊക്കെ പറയണം.
വേണം. അതായത് ഇവൾ ഈ ഒരു കേക്ക് വാങ്ങിക്കണം, പക്ഷേ ഇവനാണ് തന്നതെന്ന് പറയാനും പാടില്ല. പക്ഷെ വാങ്ങുമ്പോൾ ഇവളെ കൺവിൻസ് ചെയ്തുകൊണ്ടായിരിക്കണം വാങ്ങിക്കാൻ. അപ്പോൾ ആ ഒരു കാര്യങ്ങളെല്ലാം ഇവൻ പറഞ്ഞു കൊടുക്കുന്നു. അന്നിങ്ങനെ ഇഫാൻ ഇരിക്കുമ്പോൾ ഈ ഒരു പെണ്ണ് വന്നിട്ട് ആ കേക്ക് കൊടുക്കുമ്പോൾ ഇവൾ ആദ്യം അത് പറ്റില്ല വേണ്ട എന്നൊക്കെ പറയുമ്പോൾ ഈ ഒരു പെണ്ണ് ഞാൻ പഠിപ്പിച്ചതുപോലെ പറഞ്ഞു കൊടുക്കും, ഇതൊരു പ്രൊമോഷൻ്റെ ഭാഗമാണ്, ഇത് നല്ല റിവ്യൂ കൊടുക്കണം എന്നൊക്കെ പറയുന്നു. അങ്ങനെ ഏതായാലും അത് കേട്ടപ്പോൾ ഇഫാൻ അത് വാങ്ങിക്കാമെന്ന് സമ്മതിക്കുന്നു. അങ്ങനെ അത് വാങ്ങിച്ച് അതിങ്ങനെ നോക്കിക്കൊണ്ട് അവളിങ്ങനെ ചിരിക്കുകയാണ്. അതായത് അവൾക്ക് ചെറിയ സന്തോഷമൊക്കെ ഈ ഒരു കേക്ക് കണ്ടുകൊണ്ട് വന്നു എന്ന് അവന് മനസ്സിലാക്കി. അങ്ങനെ അവളുടെ ആ ഒരു ചിരിയും കണ്ടിട്ട് ഇവിടെ യാനും ഭയങ്കര തൃപ്തിയായി യാനും അവളെ നോക്കി ഇങ്ങനെ ചിരിക്കുന്നു. അങ്ങനെ ആ ഒരു രംഗവും കാണിച്ചുകൊണ്ട് ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിച്ചു. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ ബാക്കി എന്തൊക്കെയായെന്ന് കാണാം. അതുവരെ ടാറ്റ ബൈ ബൈ ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.